അദൃശ്യം നമുക്കറിയാം, ദൃശ്യം സിനിമയൊക്കെ ഇറങ്ങിയ സമയമാണ്. ഭരതവാക്യം പാടുക. ഭരതവാക്യം പാടുക എന്ന് പറയുമ്പോൾ അത് പണ്ട് കാലത്ത് നാടകങ്ങളിൽ ചെയ്തിരുന്ന ഒന്നാണ്. ഇതില് രണ്ട് പദങ്ങളെ കറക്റ്റ് പദങ്ങളായിട്ട്, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ കറക്റ്റ് പദങ്ങളായിട്ട് രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാളത്തില് 20 ചോദ്യങ്ങളാണ് LD ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ ഉണ്ടാവുക. അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ വിവരണങ്ങളുമാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ള ചോദ്യം, ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത് എന്നുള്ളതാണ്. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. ഇവിടെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. വാഗ്മിത, വാചാലത, വാചരത, വാചനകം. ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഊഹം ഉണ്ടാവും. കാര്യം എന്താ, ഇതില് രണ്ട് പദങ്ങളെ കറക്റ്റ് പദങ്ങളായിട്ട്, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ കറക്റ്റ് പദങ്ങളായിട്ട് രണ്ടെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? അത് വാഗ്മിതയും വാചാലതയുമാണ്. മറ്റ് രണ്ട് പദങ്ങൾ വാചരത, വാചനകം, ഇത് ശരിയായിട്ടുള്ള പദങ്ങളല്ല. അപ്പൊ ഇവിടെ വാഗ്മിത, വാചാലത എന്നീ രണ്ട് വാക്കുകളിൽ ഏതോ ആണ് ഉത്തരം എന്നുള്ളത് ഏകദേശം നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇതിൽ തന്നെ വാഗ്മിത, വാഗ്മി എന്ന് നമ്മൾ പറയാറുണ്ട്. വാഗ്മി, വാഗ്മി എന്ന് പറഞ്ഞാൽ അയാൾ മികച്ചൊരു വാഗ്മിയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രഭാഷകനെ നമ്മൾ മികച്ചൊരു വാഗ്മിയാണെന്ന് പറയും. അതായത് കൃത്യമായി പദങ്ങളും വാക്കുകളും ഉപയോഗിച്ച് സംസാരിക്കാൻ അറിയുന്ന, അർത്ഥപൂർണമായിട്ടുള്ള സംസാരം നടത്തുന്ന ആളുകളാണ് ആര് വാഗ്മികൾ എന്ന് പറയുന്നത്. എന്നാൽ വാചാലത, ഇവിടെ വാചാലത എന്നൊരു വാക്കുണ്ട് അല്ലെ. വാചാലത എന്നുദ്ദേശിക്കുന്ന എന്താണ്? അയാൾ തന്റെ ബാല്യകാലത്തെ കുറിച്ചോർത്ത് വാചാലനായി എന്ന് പറയും അല്ലെ. നമ്മൾ എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വാചാലത എന്നുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ ചോദിച്ചേക്കുന്ന ധാരാളമായി സംസാരിക്കുക അല്ലെ, നിർത്താതെ. നമ്മൾ എക്സൈറ്റഡ് ആവുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരനോടോ മറ്റൊരാളോടോ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഏത് രീതിയിലാണ്? വാചാലനായിക്കൊണ്ടാണ് അല്ലെ. അവിടെയാണ് വാചാലത എന്നുള്ള വാക്ക് ഇവിടെ കടന്നു വരുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ അറിവ് വെച്ച് തന്നെ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് കടക്കാം അല്ലെ. അപ്പം ധാരാളമായി സംസാരിക്കുക എന്നുള്ളതിന് അതിൽ ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ളത് വാചാലതയാണ്, വാഗ്മിതയല്ല. അതുപോലെ വാചരതയല്ല, വാചനകം അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത ഒരു ചോദ്യം, PSCയുടെ പരീക്ഷകളിൽ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെ മലയാളം ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളത് അല്ലെ. എന്തായാലും മസ്റ്റ് ആയിട്ട് ഈ രീതിയിലുള്ള 1-2 ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ 4 വാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ് അല്ലെ. അതിൽ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ സിമ്പിൾ ആയിട്ട് കിട്ടും. പ്രത്യേകിച്ചും LD ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകളിൽ വളരെ കൂടിയ ലെവലിലേക്കൊന്നും മലയാളത്തിന്റെ ചോദ്യങ്ങൾ പോവാറില്ല. നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഒന്ന് പഠിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താവുന്ന ചോദ്യങ്ങളാണ് പലതും. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് നോക്കുക. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കൈക്കൂലി വാങ്ങാനും എന്ന് പറയുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ മറ്റൊരു കാര്യമാണ് പറയുന്നത്, ആദർശം പ്രസംഗിക്കുകയും. ഇവിടെ കണ്ടോ, ഇവിടെ വാങ്ങാനും ആനും എന്നാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ വാങ്ങിക്കുകയും എന്നുള്ള രീതിയിലാണ് പ്രത്യയം വന്നേക്കുന്നത്. അപ്പൊ എന്നാൽ നേരെ തിരിച്ച് ഇവിടെയും ആനും ആയിരുന്നെങ്കിൽ ഇതേ പ്രത്യയം, ഇങ്ങനത്തെ സെന്റൻസുകൾ വരുമ്പോൾ നോക്കുക, ഇവിടെ 2 ഘടകവാക്യങ്ങളുണ്ട്. 2 ഘടകവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൈക്കൂലി വാങ്ങുക അല്ലെങ്കിൽ വാങ്ങാനും എന്നൊക്കെ വരുന്ന രീതി, കൈക്കൂലിയുമായി സംബന്ധിച്ചൊരു വാക്യവും പ്രസംഗിക്കുക എന്നുള്ള രീതിയിൽ 2 വാചകങ്ങളാണ് വരുന്നത്. ഈ 2 ഘടകവാചകങ്ങളാണ് ഈ ഒരു ശരിയായ ഒരു സമുച്ചയ വാക്യത്തിനുള്ളിൽ, അതായത് 2 വാക്യങ്ങൾ കൂടി ചേർന്നൊരു വാക്യത്തിനുള്ളിൽ വരുന്ന 2 ഘടകവാക്യങ്ങളാണിത്. ഇതിൽ രണ്ടിനും
ഏകദേശം ഒരേ പ്രത്യയമാണ് വരിക ശരിയായ വാക്യത്തിൽ. അങ്ങനെ ഓർത്തിരിക്കുക. ശരിയായ വാക്യത്തിൽ എങ്ങനെ വരും? ഇതിന്റെയും അവസാനം ഒരേ രീതിയിലായിരിക്കും അതിന്റെ പ്രത്യയം വരിക. ഇവിടെ നോക്കുക, കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ എന്നാണ്. ആദ്യം വാങ്ങാനും എന്ന് പറഞ്ഞു, പിന്നെ ചെയ്യാനും എന്ന് പറഞ്ഞാലോ? നോക്കിയേ, കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കാനും എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാന്റെ ആവശ്യവുമില്ല. ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അപ്പോഴേ ഈ വാക്യം ശരിയാവൂ. ഇനി രണ്ടാമത്തെ വാക്യം നോക്കിയേ, കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കിയേ, കൈക്കൂലി വാങ്ങുവാനും, ഇവിടെ ഏതാണ് വാനും എന്ന് ഉപയോഗിച്ചേക്കുന്ന കണ്ടോ? അതുപോലെ പ്രസംഗിക്കുവാനും ഇവിടെയും ഒരേ വാക്യത്തില്, രണ്ട് വാക്യത്തിലും ഒരേ പ്രത്യയം വന്നേക്കുന്നുണ്ട് അല്ലെ? അപ്പൊ വാനും എന്ന് തന്നെയാണ് വന്നേ. അപ്പോ രണ്ട് ഘടകവാക്യങ്ങളിലും കറക്റ്റ് ആയിട്ടുള്ള പ്രത്യയം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴും എന്താണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതാണ് ഗ്രാമാറ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് സംഗതി. നമ്മൾ രണ്ട് വാചകങ്ങൾ ഉള്ളതില് ഒരു വാചകം പറയുമ്പോൾ അതിന്റെ പ്രത്യയവും മറ്റൊന്നിന്റെ പ്രത്യയവും ഒന്നായി തന്നെ വരണം, എങ്കിലേ വാക്യത്തിന്റെ ഘടന ശരിയാവുകയുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അവിടെയും കറക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. കൈക്കൂലി വാങ്ങുകയും എന്ന് പറഞ്ഞു, അതിനുശേഷം ആദർശം പ്രസംഗിക്കാനും എന്ന് പറഞ്ഞു. അവിടെ കറക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. ഈ വാക്യം എങ്ങനെ കറക്റ്റ് ആക്കാം? കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ. അവിടെ ആവുമ്പോ എന്താ? പ്രസംഗിക്കുകയും കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെയ്യാനൂടെ ചേർക്കുമ്പോഴേ ആ വാക്യം കറക്റ്റ് ആവും. ഓക്കെ, അടുത്തത്, കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അവിടെ ശരിയാവുന്നുണ്ടോ? അല്ലെ? കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും എന്നുള്ളതിന് ശേഷം എന്താണ് വാചകത്തിന്റെ അർത്ഥം എന്നുള്ളത് ഇവിടെ ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഒരു വാചകം ക്ലിയർ ആവണമെങ്കിൽ ശരിയായ വാക്യഘടനയും അതിന് ശരിയായ അർത്ഥം കൺവേ ചെയ്യാനുള്ള ഒരു കഴിവും വേണം ഒരു വാക്യത്തിന്. അപ്പൊ ഇത് മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ ഈ വാക്യത്തിന്റെ ഘടന ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ? PSCയുടെ ഒരു ചോദ്യപേപ്പർ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയന്നു പോകും. കാര്യം ഇതിനുള്ളിൽ ഇത് നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ മലയാളികളാണ്. മലയാള ഭാഷ ദൈനംദിന ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്നതാണ്. നമ്മൾ പറയുന്ന ഘടനയിൽ എഴുതുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായി പോരാം എന്നുള്ളതിനപ്പുറം നമുക്ക് കുറെയൊക്കെ ഭാഷയുടെ ഘടന ഓൾറെഡി നമ്മുടെ തലയിലുണ്ട്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾ വാക്യങ്ങൾ വായിച്ചു നോക്കുക, കറക്റ്റ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾ എന്തായാലും പോയിരിക്കണം. കാര്യം ഒരുപാട് ചോദ്യങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വരുന്ന ചോദ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ബി ആണ് ഓപ്ഷൻ ഉത്തരമെന്ന് പറഞ്ഞു. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അടുത്ത ചോദ്യം നോക്കുക, കർട്ടൻ ലെക്ചർ ഈ ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി. കർട്ടൻ ലെക്ചർ എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി. ഇതില് 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. തലയിണ മന്ത്രം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആത്മപ്രശംസ ചെയ്യൽ, മുതലക്കണ്ണീർ, വനരോധനം. ഓക്കെ, ഈ 4 എണ്ണവും ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട രീതിയിലുള്ള ഇഡിയംസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അപ്പൊ ഇതില് നമ്മൾ എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? ഒന്നുകിൽ നമ്മൾ ചോദ്യകർത്താവ് വിചാരിക്കുന്നത് ബാക്കി ഇഡിയംസിന്റെ ഒക്കെ അർത്ഥം നമുക്ക് അറിയണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്? കറക്റ്റ് ആയിട്ട് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വാചകവും അർത്ഥവും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ്. എന്തായാലും നോക്കാം. തലയിണ മന്ത്രം ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആത്മപ്രശംസ ചെയ്യൽ മറ്റൊരു ഓപ്ഷനാണ്, മുതലക്കണ്ണീർ, വനരോധനം. നിങ്ങൾ PYQ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം PSC പല പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചിട്ട് മാത്രമേ PSCയുടെ LD ടൈപ്പിസ്റ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകാവൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പം കർട്ടൻ ലെക്ചർ എന്നുള്ളത് ഏകദേശം ലെക്ചർ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാഷണമാണ് അല്ലെ? പ്രഭാഷണം അല്ലെങ്കിൽ ഈ വാചാലതയോട് നേരത്തെ നമ്മൾ പറഞ്ഞു വാചാലതായിട്ട് സംസാരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമയുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഉത്തരം ഇതാണ്, തലയിണ മന്ത്രമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇംഗ്ലീഷിലെ കർട്ടൻ ലെക്ചർ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രയോഗത്തിന്റെ മലയാളം അർത്ഥമായിട്ട് മലയാള ശൈലിയായിട്ട് വരുന്ന ഉത്തരമാണ് തലയിണ മന്ത്രം. അപ്പൊ അതാണ് ഉത്തരമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിന്റെ ഇംഗ്ലീഷ്
പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആത്മപ്രശംസ ചെയ്യൽ, ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. ഇതാണ് ആത്മപ്രശംസ ചെയ്യൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പ്രയോഗം. വേറൊരു രീതിയിലൂടെ പറയും ബ്ലോ വൺസ് ഓൺ ഹോൺ എന്ന് പറഞ്ഞാലും എന്താണ്? ആത്മപ്രശംസ ചെയ്യൽ എന്നാണ്. അതായത് ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പൊങ്ങച്ചം പറയുക, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ പുകഴ്ത്തി പറയുകയൊക്കെയാണ് ആത്മപ്രശംസ ചെയ്യൽ, അല്ലെ? അപ്പം അതിനെയാണ് ഇംഗ്ലീഷിൽ ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്നോ ബ്ലോ വൺസ് ഓൺ ഹോൺ എന്നോ പറയുന്നത്. ഓക്കെ, നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ഹോൺ പോലെ സൗണ്ട് ഉണ്ടാക്കി പറയുക എന്നൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഓർമ്മ വരും. അടുത്തത് മുതലക്കണ്ണീർ. മുതലക്കണ്ണീർ ഇത് നമുക്ക് ഈസി ആട്ടോ. അത് അതേപടി തന്നെയാണ്. ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നാണ്. ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ മുതല, ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. അപ്പൊ ഈസിയായി ക്രോക്കഡൈൽ ടിയേഴ്സ്, അല്ലെ? ഇതൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി വനരോധനം. വനരോധനം അതിനും ഏകദേശം എന്നല്ല, ഒരു പ്രയോഗം നമുക്ക് മനസ്സിലാവും. ക്രൈ ഇൻ ദ വൈൽഡർനെസ്. കണ്ടോ? അതായത് നമ്മൾ വനരോധനം എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? കാട്ടില് ഒച്ചത്തിൽ കരഞ്ഞാൽ ആരും കേൾക്കില്ല, അല്ലെ? അപ്പൊ നമ്മൾ വിഫലമായ, ഒരു പ്രയോജനവും ഇല്ലാതെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലാതെ വായിട്ടലയ്ക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ക്രൈ ഇൻ ദ വൈൽഡർനെസ് അല്ലെങ്കിൽ വനരോധനം. വേറൊരു പ്രയോഗോടുണ്ട്, വെയിൻ ക്രൈ. വെയിൻ ക്രൈ എന്ന് പറഞ്ഞാലും വനരോധനമാണ്, അല്ലെ? വനത്തിൽ, കാട്ടിൽ കരഞ്ഞാൽ ആരും കേൾക്കില്ല. അതിന്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം. ചോദ്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫുൾ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ചാടിക്കേറി ഉത്തരത്തിലേക്ക് എത്താനല്ല നോക്കേണ്ടത്. സമയമെടുത്ത്, തന്നിട്ടുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ സമയമെടുത്ത് അതുപോലെ തന്നെ കൃത്യമായി ചോദ്യം വായിച്ചു നോക്കുക. ഇവിടെ സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം. അപ്പൊ ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? സഭയിൽ പറയാൻ പാടുള്ളത് എന്ന് അർത്ഥം വരുന്ന മലയാള പദം ഏതാണ്? ഈ തന്നേക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ അസഹ്യം എന്നുള്ള പദം, അസഹ്യം എന്നുള്ള പദം അത് ഏത് പദത്തിന്റെ വിപരീത പദമാണ്? സഹ്യം എന്നുള്ള പദത്തിന്റെ വിപരീത പദമാണ്, അല്ലെ? പല പദങ്ങൾ ആ ചേർത്താൽ എന്താവും? ഇതിന്റെ കൂട്ടത്തിൽ ആ ചേർത്താൽ എന്താവും? വിപരീത പദമായിട്ട് മാറും. ഇവിടെ സ്ഥാനം, കണ്ടോ? സ്ഥാനം. ഈ സ്ഥാനം എന്നുള്ള പദത്തിന്റെ വിപരീതമാണ് അസ്ഥാനം. ഇവിടെ സഹ്യം എന്നുള്ള പദവും സ്ഥാനം എന്നുള്ള പദവും സഭയിൽ പറയാൻ പാടില്ലാത്തത് എന്നുള്ള അർത്ഥം തരുന്നില്ല. മറ്റൊരു പദം അപരിച്ഛിന്നം. കണ്ടോ? ഇവിടെ ആ വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ വിപരീതം, അതായത് ഏത് പദത്തിന്റെയാണ് വിപരീതമാണ്? പരിച്ഛിന്നത്തിന്റെ വിപരീതമാണ് അപരിച്ഛിന്നം. അപരിച്ഛിന്നത്തിന്റെ വിപരീതമാണ് പരിച്ഛിന്നം. ഓക്കെ, ഇനി അടുത്തത് പരിച്ഛിന്നമാവുക, വിഭജിക്കപ്പെടുക. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടി, പരിച്ഛിന്നം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വിഭജിക്കപ്പെട്ട അവസ്ഥ, ചിതറിത്തെറിച്ച അവസ്ഥയൊക്കെയാണ് പരിച്ഛിന്നം എന്ന് പറയുന്നത്. അപരിച്ഛിന്നം അങ്ങനെ ഭേദിപ്പിക്കപ്പെടാൻ പറ്റാത്ത, വിഭജിക്കാൻ പറ്റാത്തതെന്നൊക്കെ അർത്ഥം പറയാം അപരിച്ഛിന്നം എന്ന് പറയുമ്പോൾ. ഇവിടെ അതും സഭയുമായിട്ട് അർത്ഥം, സഭയെ പറയാൻ പാടുള്ളത് എന്നുള്ള രീതിയിലുള്ള അർത്ഥമൊന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇനി അസഭ്യം. സഭ്യം. അപ്പൊ ഇവിടെ കണ്ടോ, സഭ്യം, സഭ എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഉണ്ട്, അല്ലെ? ഈസിയാണ് ഈ ചോദ്യം. സഭ എന്നുള്ള വാക്ക് തന്നെ ഇതിലുണ്ട്. അപ്പൊ സഭയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? സഭ്യമായത്. ആ ഒരു രീതിയിൽ നിന്നാണ് ഇന്ന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ അസഭ്യം പറയരുത്, സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ തുടക്കം സഭയിൽ പറയാൻ പറ്റുന്നത് പറ്റാത്തത് എന്നുള്ള വേർതിരിവാണ്. പിന്നീടാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ആ വാക്ക് വലിയൊരു അർത്ഥത്തിൽ പ്രയോഗിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ സിമ്പിൾ ആണ്, ഇത്രയൊന്നും ഇല്ല. അസഭ്യം എന്നുള്ള വാക്ക് സഭ്യത്തിന്റെ വിപരീതമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം. സഭയിൽ പറയാൻ പാടുള്ളത് എന്നുള്ള പദം ഇവിടെ സഭ്യം എന്നുള്ള പദമാണ്. ഈ പദത്തിന്റെ വിപരീത പദം ഓപ്ഷനിലുള്ളത് അസഭ്യം എന്നുള്ള പദമാണ്. ഈസിയാണേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചാൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ. ഇത് എഴുത്തച്ഛന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ. ഇതിന്റെ അർത്ഥം എന്താണ്?
നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലെ, നമ്മൾ 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ചില സിലബസിൽ 10ാം ക്ലാസ് മലയാളം ടെസ്റ്റിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ആണ്. അതായത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള, ആ തവള അപ്പോഴും എന്താ, വിശക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കും. അതായത് നമ്മൾ മരിക്കാൻ പോകുന്ന നേരം പോലും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇനിയും ജീവിക്കും എന്നുള്ള രീതിയിലാണ് അല്ലെ. മനുഷ്യന്റെ ജീവിതത്തെ പറ്റി എഴുതിയ എഴുത്തച്ഛന്റെ ഒരു കാവ്യത്തിലെ